MK മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം. അച്ചൻകോവിലിൽ നിന്നും തിരുമലൈക്കോവിൽ പോകുന്ന വഴിയിൽ കുമ്പാവുരുട്ടി എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിലായിട്ട് അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം കണ്ടു. അത് അച്ചൻകോവിൽ ആറാണ്. അതിൻ്റെ സൈഡിലായിട്ട് കുളിക്കാനും വിശ്രമിക്കാനും നല്ലൊരു സ്ഥലമാണ്. മാത്രമല്ല അച്ചൻകോവിലാറിൻ്റെ ഭംഗിയും ഈ കാടിൻ്റെ വന്യതയും ആസ്വദിച്ച് സേഫായിട്ട് നിൽക്കാൻ പറ്റിയ ഒരിടമാണ് ഈ പ്രദേശം. ഇവിടെ ഇറങ്ങി കുളിക്കുകയോ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയോ ഒക്കെ ചെയ്യാം. ഇവിടെ അധികം വന്യജീവി സാന്നിധ്യം ഇല്ലാത്ത ഒരു പ്രദേശമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം ഫോറസ്റ്റുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കഴിവതും നിങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ടുവരാതിരിക്കുക. ഈ സുന്ദരമായ പ്രദേശം പ്ലാസ്റ്റിക് മനുഷ്യരാശിക്കെന്ന പോലെ ഭൂമിക്കും മറ്റ് ജന്തുജീവജാലങ്ങൾക്കും ദോഷമാണ്. കഴിവതും കാടുകളിലേക്ക് യാത്ര ചെയ്യുന്നവർ പ്ലാസ്റ്റിക് ഒഴിവാക്കി യാത്ര ചെയ്യാൻ ശ്രമിക്കുക. എന്തുവാടാ ഇത്? വീട്ടിൽ നിന്ന് കുളിച്ചിട്ടൊക്കെ വന്നുകൂടായോ? എടാ, ഒന്നോർത്ത ഇങ്ങനത്തെ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ദോഷമാണ്. നീ പറഞ്ഞ കാര്യമുണ്ടല്ലോ, വെളിയിൽ നിന്ന് വല്ല കാട്ടുപന്നിയും എലിയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പലതും സാധിച്ച് വെള്ളത്തിൽ കൂടെ വിടും. എടാ ചെറുക്കാ, എനിക്കതല്ല അറിയണ്ടേ. നിനക്ക് ഇത്രയും നേരം വെള്ളത്തിൽ കിടന്നിട്ട് മതിയായില്ലോടാ. വാ പോകാം, സമയം ഒരുപാടായി. എന്തുവാടാ, വാടാ, നിർത്തി വാ, നമുക്ക് പോകാടാ. ഇതിൻ്റെ വല്ല പിള്ളേരെ പോലെ ഒരുമാതിരി വെള്ളം കണ്ടിട്ടില്ലാതാണ്. നിന്റെ അടുത്ത് എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുക? വാ നമുക്ക് പോകാം, വാ. എന്തുവാടേ ഇതിപ്പോൾ എത്രാമത്തെ മുഖം കഴിവൊക്കെ? ഗ്ലാമറാ, സമ്മതിച്ച്. നീ ഒരു കാര്യം ചെയ്യും, തൂത്തും തട്ടി അവിടെ നിൽക്കും. ഞാൻ കുമ്പാവരട്ടി പോയിട്ട് തിരിച്ചു വരാം. തിരിച്ചു വരുന്ന വഴിക്ക് നിന്നെ ഞാൻ കയറ്റിക്കൊണ്ടുപോകാം. അത് മതിയോ? പരൽമീനെ കൈവച്ച് പിടിക്കാൻ നിൽക്കുന്ന മൊണ്ണ. എടാ, നീ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി, എന്ത് ഭംഗിയാടാ കാണാൻ. സൂപ്പർ ഇല്ലടാ, നല്ല സ്ഥലം കാണാൻ. നല്ല ചങ്ങാതിമാരെ, ഇത് നമ്മളെ അച്ചൻകോവിലിൽ നിന്ന് കുമ്പാവുരുട്ടിക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് അച്ചൻകോവിലാറ് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാൻ. മാത്രവുമല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് സേഫായിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. എടാ എന്തുവാടാ ഇത്? എത്രാമത്തെയാ? വാ പോകാടാ. ഈ റൂട്ടിൽ അത്യാവശ്യം സേഫായ ഒരു സ്ഥലമാണിത്. കുമ്പാവുരുട്ടിയിലോട്ട് പോകുമ്പോഴേ നമുക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന ഒന്നാണ് മയിൽ. പിന്നെ ഉള്ളത് കുരങ്ങ്. കുരങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. മയിലാണെങ്കിലും ശ്രദ്ധിക്കണം, മയിൽ കൊത്തും. നേരെ മുന്നിൽ കാണുന്നതാണ് കുമ്പാവുരുട്ടി വാട്ടർഫാളിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ഇപ്പോൾ നിൽക്കുന്നത് കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ്. ഇവിടുന്ന് അവിടേക്കാണ് കുമ്പാവുരുട്ടിയിലേക്കുള്ള വഴി. കുറേ നാളുകൾക്ക് ശേഷമാണ് കുമ്പാവുരുട്ടിയിൽ സന്ദർശകരെ അനുവദിക്കുന്നത്. ഇവിടെ കുഴിയിൽ അകപ്പെട്ട് 2 ആൾക്കാർക്ക് ദാരുണമായ അന്ത്യമുണ്ടായതിനാൽ ഏകദേശം 2-3 വർഷത്തോളം കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടം അടച്ചിട്ടിരുന്നതാണ്. സന്ദർശകരെ അനുവദിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും തുറന്നു കൊടുത്തിരിക്കുകയാണ്. വരൂ, നമുക്ക് കുമ്പാവുരുട്ടിയിലേക്ക് പോകാം. അച്ചൻകോവിലാറിന് കുറുകെ കെട്ടിയേക്കുന്ന ഒരു ചപ്പാത്താണിത്. ഇതിലേക്കൂടെ കടന്നു പോകുന്നവർ ശ്രദ്ധിക്കുക. കുളയട്ടകൾ ധാരാളമുള്ളൊരു പ്രദേശമാണ് ഇവിടം. നമ്മൾ ഈ നിൽക്കുന്നിടത്തു നിന്ന് ഏകദേശം 1/2 കിലോമീറ്ററോളം മുകളിലേക്ക് വനത്തിനുള്ളിലേക്ക് നടന്നു മാറിയാൽ മാത്രമേ നമുക്ക് അതിമനോഹരമായ കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുകയുള്ളൂ. എന്നത് നിന്നെ, ഞാനിവിടെ വരട്ടെ, നിൽക്കടാ. ചെങ്കോട്ട അച്ചൻകോവിൽ പാതയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉൾവനത്തിലേക്ക് വന്നാൽ മാത്രമേ ഈ കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ കഴിയുകയുള്ളൂ. മഴക്കാലത്ത് ഇവിടെ സന്ദർശകരെ അനുവദിക്കാറില്ല. ഏത് നിമിഷവും മലവെള്ളപ്പാച്ചിലും കുത്തൊഴുക്കുമായിരിക്കും ഇവിടെ. അപകടം പതിയിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടം. 3-4 വർഷങ്ങളിലായി സർക്കാർ ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. സന്ദർശകരെ അനുവദിക്കാറില്ലായിരുന്നു. ഈ അടുത്തിടയ്ക്കായിട്ടാണ് തുറന്നു കൊടുത്തത്. എന്തായാലും നമുക്ക് കുമ്പാവുരുട്ടി സന്ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. കഴിഞ്ഞ തവണയും ഇതുവഴി വന്നിരുന്നു. അന്നേരവും ഇവിടെ എല്ലാം അടച്ചിട്ടിരുന്നതാണ്.
അച്ചൻകോവിലാറിൻ്റെ കൈവഴിയാറും പുലിക്കവല, കാനയാർ എന്നീ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന അരുവികളും നദികളും ചെറുനദികളും ചേർന്നാണ് കുംഭാവുരുട്ടി രൂപപ്പെടുന്നത്. ഏകദേശം 250 അടി ഉയരത്തിൽ നിന്നാണ് ശക്തമായി എത്തുന്ന വെള്ളച്ചാട്ടത്തിന് താഴെ നിന്ന് കുളിക്കുക എന്നത് തന്നെ ടാസ്ക്കാണ്. മാത്രവുമല്ല, പാറയിടുക്കുകളിലേക്ക് തെന്നി വീണാൽ അതും അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നാണ്. ആയതിനാൽ കുംഭാവുരുട്ടി സന്ദർശിക്കുന്നവർ വളരെ ജാഗ്രതയോടുകൂടിയും സേഫായിട്ടും മാത്രമേ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാവൂ. അനന്തതി പെട്ടെന്ന് ഇറങ്ങി വാ. നേരെ മുന്നിൽ കാണുന്നതാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. ആ ഒരു മലയുടെ അപ്പുറ സൈഡിലായിട്ടാണ് കുംഭാവുരുട്ടി. ഇപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല, അതിൻ്റെ അടുത്തേക്ക് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ ഇറങ്ങിയില്ല. ഇപ്പോൾ കുംഭാവുരുട്ടിയിൽ അധികം വെള്ളമില്ല, വെള്ളം കുറവാണ്. ഒന്നാമത്തെ കാര്യം, വെള്ളമുണ്ടെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. വെള്ളമുണ്ടെങ്കിൽ കാണാൻ അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് കുംഭാവുരുട്ടി. എടുത്തില്ല അല്ലേ? എന്തോ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കണ്ട, നമുക്ക് തിരിച്ചു വിട്ടാലോ? അപ്പോൾ സുഹൃത്തുക്കളെ, കുംഭാവുരുട്ടി വെള്ളച്ചാട്ടവും കണ്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഇനി അടുത്ത യാത്ര ചെങ്കോട്ട ബോർഡറിലേക്കാണ്. സംസ്ഥാന ബോർഡറായ ചെങ്കോട്ടയിലേക്കാണ്. ചെങ്കോട്ട റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് അടുത്ത യാത്ര. നോക്കിയടാ, എത്ര വർഷം പഴക്കമുള്ള മരമായിരിക്കും, എന്ത് മരമായിരിക്കും ഇത്. അങ്ങനെ ഞങ്ങൾ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടവും കണ്ട് തിരിച്ചു പോവുകയാണ്.
കുമ്പാവൃട്ടി എൻട്രൻസ് ഗേറ്റിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ എത്തുന്നത്. നിറയെ സന്ദർശകർ ഇവിടം സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. നേരെ വലതുഭാഗത്തായിട്ട് കാണുന്നത് അച്ചൻകോവിലിൽ നിന്ന് ചെങ്കോട്ട ഫോറസ്റ്റിലേക്കുള്ള വഴിയും കുമ്പാവൃട്ടിയുടെ ടിക്കറ്റ് കൗണ്ടറും ലഘുഭക്ഷണശാലകളുമെല്ലാമാണ്. ഇനി ഇതുവഴി പോകുന്നവർ ഫുഡോ മറ്റോ കഴിക്കണമെങ്കിൽ ഇവിടം കഴിഞ്ഞാൽ പിന്നെ മേക്കരയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുമ്പാവൃട്ടിയും കണ്ടു കഴിഞ്ഞ് വീണ്ടും തമിഴ്നാട്ടിലേക്ക്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ MK മീഡിയാസിൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ.